ഹിറ്റ്ലർ എന്ന ആളുമായി നമ്മൾ താരതമ്യം ചെയ്താൽ ഒരാളെ ഇന്ത്യയിൽ കാണാം. ഹിറ്റ്ലറിന്റെ ധാരാളം വീഡിയോ ദൃശ്യങ്ങൾ, ലോക ചരിത്രത്തിൽ കടന്നുപോയ നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ഫുട്ടേജ് ഉള്ളത് ഹിറ്റ്ലറുടെയാണ്. അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം ക്യാമറ വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. കെന്നഡിയുടെ പോലും അത്രയില്ല. അത്രയും ചിത്രങ്ങൾ ചിത്രീകരിച്ചു വെച്ചു. എന്തിനു വേണ്ടി? അദ്ദേഹം ഒറ്റയ്ക്ക് എല്ലാം ഒരാളെ പ്രൊജക്ട് ചെയ്യാൻ. ഇവിടെ എന്താണ്? ഒരാൾ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ. സെക്യൂരിറ്റിക്കാർ പോലും അടുത്തില്ല ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ. അതാരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഘട്ടം ഘട്ടമായി വംശീയത കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ഗൂഢനീക്കം ഇതിന്റെ പുറകിലുണ്ട്. ഇപ്പൊ എന്താ, എന്തെങ്കിലും വിശേഷം വന്നാണ് ബിഷപ്പുമാരെ കാണാൻ പോകും ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്കും. ആര് വിശ്വസിക്കാണ്? ഏത് മതന്യൂനപക്ഷപ്പെട്ടവരാണ് ഈ ലോഹ്യം കണ്ട് വിശ്വസിക്കാൻ പോകുന്നത്? ഗ്രഹാംശയിനെ 2 കുഞ്ഞുങ്ങളെയും കൂടി വണ്ടിയിലിട്ട് കത്തിച്ചു കൊന്നവരാണ് വടക്കേ ഇന്ത്യയിൽ. മറക്കരുതെന്ന്. കഴിഞ്ഞുപോയ കാലങ്ങളിൽ കടന്നുപോയതാണ്, മറന്നുപോകരുത്. പള്ളികളും ദേവാലയങ്ങളും തകർത്തവരാണ് നിങ്ങൾ. അവർക്ക് ന്യായം പറയാം. അവർ മതേതരത്വം ഉണ്ടാക്കുമെന്നാണ്. അവർ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. പൗരത്വ നിയമം എന്ന് പറയുന്നത് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കുന്ന, ഇവിടെ വന്നു ചേർന്ന അഭയാർത്ഥികളെ വന്ന് എല്ലാവർക്കും കൊടുക്കണം. തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചു, അങ്ങനെ പൗരത്വം ഭേദം ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ജനങ്ങളാണ് സിലോണിൽ പോയത്, അവിടെ ചെന്ന് ജീവിച്ചത്. തലമുറകൾ കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാത്ത വംശീയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ തമിഴ്നാട്ടിലേക്ക് ഓടി വന്നവർ രാമേശ്വരത്തും ആ പ്രദേശങ്ങളുള്ള ക്യാമ്പുകളിൽ ഇന്നും ദുരിതം അനുഭവിച്ച് കിടക്കുകയാണ്. എന്തുകൊണ്ട് ആദ്യം അവരെ പരിഗണിച്ചില്ല? അവരെ പരിഗണിക്കുന്നത് ഇതൊരു ഗൂഢ ലക്ഷ്യമുണ്ട്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ, അങ്ങനെയുള്ളവർക്ക്, ജൂതന്മാർ, അവർക്ക് മാത്രമേ ഉള്ളൂ അഭയം. അവിടെ നിന്ന് ജീവിക്കാൻ കഴിയാന്ന് വരുന്നവരില്ല. മ്യാൻമറിൽ നിന്ന് ഓടി വന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കില്ല. പാകിസ്ഥാനിൽ നിന്ന് ഓടി വന്നവർക്കില്ല. പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്ന് ഒരു ജന്മം മുഴുവൻ കേരളത്തിൽ ജീവിച്ചവർക്ക് പൗരത്വമില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇത് ഒരു കരുതി കൂട്ടിയുള്ള പദ്ധതിയാണ്. ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്ന, രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന, മതേതരത്തെ തകർക്കുന്ന ഈ ഒരു നീക്കങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ട സമയമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇനി നമ്മൾ പോരാടണം. നമ്മൾ ഇനിയും പോരാടിയില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഒരു വർഗീയ ശക്തി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ പിന്നെ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന മലയാളികൾക്കാണ്. അതിനെ ചെറുത്ത് നിൽക്കാൻ, പോരാടാൻ കഴിയുന്ന ഏകശക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് ഈ നീക്കങ്ങളെ, ഭരണഘടനയെ തകർക്കുന്ന ഈ നീക്കങ്ങളെ ഈ സദസ്സിൽ വെച്ച് നമ്മൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എതിർത്ത് തോൽപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സമരങ്ങൾക്കും നമ്മൾ ഒന്നിച്ച് മുന്നേറും. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം, അഖണ്ഡത, മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം, ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.